ഉശ്ശോ, ഇൻട്രോ എടുക്കാമെന്ന് ഓർത്ത് പുറത്ത് വന്നതാണ്. പക്ഷേ നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഒരു കണ്ണിക്ക് അടിക്കുന്ന പോലത്തെ വെയിൽ. അപ്പോൾ എനിക്കൊന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ അകത്തേക്ക് തന്നെ പോവാം, അതാണ് നല്ലത്. കാരണം ഞാൻ ഒരു അന്ധയെ പോലെയാണ് നിൽക്കുന്നത്. ഇപ്പം എനിക്ക് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹലോ, ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളല്ല, ഞാൻ ഒരു പിങ്കി ആയിട്ടാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഫുള്ളൊരു പിങ്കി മയത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ചെറി ബ്ലോസം നമ്മൾ കാണാൻ പോവുകയാണ്. ഇവിടെ സ്പ്രിങ് സീസണൊക്കെ ആകുമ്പോൾ ചെറി ബ്ലോസം ഉണ്ടാവും. ചെറി ബ്ലോസം എന്ന് പറയുന്നത് ഒരു മരം, അതിലിങ്ങനെ ഒരു പിങ്ക് കളർ ഫ്ലവേഴ്സും അതുപോലെ വൈറ്റ് കളർ, പല കളേഴ്സ് ഉണ്ട് അതിൻ്റെ. പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്കും വൈറ്റും മിക്സ് ഉണ്ട്. അങ്ങനെ പല കളേഴ്സിൻ്റെ ചെറി ബ്ലോസം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ചെറി ബ്ലോസം കാണാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിങ്കി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ശരി എന്നാൽ ചെറുതായിട്ട് നിങ്ങൾക്കും കാണിക്കാം ചെറി ബ്ലോസം, ന്യൂസിലാൻഡിലെ ചെറി ബ്ലോസം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഈ റെഡി ആയതിൻ്റെ ചെറിയൊരു ബിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് പോയി കണ്ടുവരൂ. അതിനു മുന്നേ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. ഈ വെയിലത്താണ് ഞാൻ പോയിട്ട് ഇൻട്രോ എടുക്കാൻ ഇറങ്ങി നിന്നത്. അപ്പോൾ പിന്നെ എനിക്ക് കണ്ണ് കാണാണ്ടിരിക്കൂ. എന്തായാലും റെഡി ആവുന്നതിന് മുന്നേ ഇതുകൂടി ഒന്ന് കാണിച്ചു തരാം. ഓക്ലാൻഡ് ബൊട്ടാനിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഞാനും ജിതിനും ഇവിടെ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഐഡിയ ഇല്ല ഇവിടെ എന്താ ഉള്ളത്. പക്ഷെ ഇതല്ലാതെ ഞാൻ മുന്നൊരു ഗാർഡനിൽ പോയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു ഗാർഡനാണ്. ഇതെങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഇത് കണ്ടറിയണം. ഇവിടെ ചെറി ബ്ലോസം ഉണ്ടോ ഇല്ലേന്ന് ഒരു ഐഡിയ ഇല്ല. സോ നോക്കി കണ്ടറിയാം. അപ്പോൾ കണ്ടിട്ട് കുറച്ച് പച്ച മരങ്ങളുണ്ട് എന്നല്ലാതെ ചെറി ബ്ലോസത്തിൻ്റേതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും കാണുന്നില്ല. ഉണ്ടാവുമായിരിക്കും, ഇല്ലാതെ എവിടെ പോവാം. ഇവിടെ റോട്ടിലും വീടുകളിലും ഒക്കെ ഉണ്ട് ചെറി ബ്ലോസം. അപ്പം എവിടെയെങ്കിലുമൊക്കെ ഒരു മരമെങ്കിലും കാണാണ്ടിരിക്കില്ല. എന്തായാലും അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്, നല്ല രസമുണ്ട് കാണാൻ മൊത്തത്തിൽ. ഇപ്പോൾ പറഞ്ഞ പോലെ ന്യൂസിലാൻഡിൽ സ്പ്രിങ് സീസണാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ നല്ല ഭംഗിയാണ് ന്യൂസിലാൻഡിലെ കാണാൻ. അത്യാവശ്യം മരങ്ങളും ചെടികളും കാറ്റും വെയിലും മഴയും എല്ലാം ഉണ്ട്. നല്ലൊരു കാലാവസ്ഥ. എന്നെ കണ്ടിട്ട് എനിക്ക് നല്ല രസം. എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു എന്നെ കണ്ടിട്ട്. രസമില്ലേ?
ഞാൻ കുറച്ച് പൂക്കൾ കാണിച്ചേരെ. ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഈ പുല്ലിലൊക്കെ ഉണ്ടാവുന്ന സൈസ് ഒരു പൂവ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, നോക്കി നോക്കാം. ഈ പൂവിൻ്റെ പേരറിയോ ആർക്കെങ്കിലും? എങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ല രസമുള്ള പൂക്കളത്. ഈ പച്ചപ്പുല്ലിൽ ഇതുപോലത്തെ ഈ വെള്ളയും മഞ്ഞയും കൂടിയിട്ടുള്ള ഈ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ? ഇതുകൂടാതെ ഇതുപോലത്തെ ഒരു മഞ്ഞ പൂവ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഉണ്ടോ? ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു ഇങ്ങനെ ഭയങ്കര ഒച്ചപ്പാടും ബഹളും ഉണ്ടെങ്കിൽ എനിക്കും അറിയില്ല. എനിക്ക് വേണം അപ്പുറത്ത് റോഡോ എന്തോ ഉണ്ട്, അതിൻ്റെ സൗണ്ടോ തോന്നുന്നു. ഓ, സ്കൈ ഒക്കെ നോക്ക്. ഇവിടെ നല്ല വൈറ്റ് സ്കൈ, ഇവിടെ നല്ല ഡാർക്ക് ബ്ലാക്ക് സ്കൈ. അപ്പോൾ ചിലപ്പോൾ വൈകിട്ട് മഴ ഉണ്ടായിരിക്കും. ഇവിടെയൊക്കെ നിറയെ ആ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ വെറുതെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ആ മഞ്ഞയും വെള്ളയും പൂക്കളൊക്കെ ഒരു ആവശ്യമില്ലാണ്ട് ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചുമ്മാ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പണ്ട് എനിക്ക് പബ്ലിക്കലി, പണ്ടെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ, യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പബ്ലിക്കലി സംസാരിച്ച് നടക്കാനും അതുപോലെ ജിതിനൊക്കെ ഒപ്പം ഉള്ളപ്പോഴും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കെന്തോ നാണൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ പിന്നെ ജിതിൻ എന്നെ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എന്തോ ആവട്ടെ എന്ന് വിചാരിച്ച് ജിതിൻ അങ്ങനെ ഇതുപോലെ ഫ്രണ്ടിൽ അങ്ങ് പോകും, ഒരു പോക്ക് പോകും. ഞാനിങ്ങനെ ഫോണം പൊക്കി പിടിച്ച് ഇങ്ങനെ നടന്ന് വർത്താനം പറഞ്ഞിങ്ങനെ വരും. ആൾക്കാരൊക്കെ എന്നെ നോക്കിണ്ടാവും, ആരൊക്കെയോ നോക്കും. പിന്നെ അവർക്കറിയില്ലല്ലോ എനിക്ക് 10 ഫോളോവേഴ്സാണോ 10,000 ഫോളോവേഴ്സാണോ. അപ്പം ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ അങ്ങ് പോകും. ഇതുണ്ട് ഇവിടെയൊക്കെ നിറയെ മഞ്ഞപ്പൂ ഉണ്ടായി നിൽക്കുന്നത്. ഇവിടെ മഞ്ഞയുണ്ട്, ആ ഭാഗത്തൊക്കെ നിറയെ വെള്ളമുണ്ട്. ജിതിനങ്ങ് എത്തി എങ്ങോ. നല്ല ചെറിയൊരു കാറ്റുണ്ട്. ചെറിയൊരു കാറ്റ് പറഞ്ഞാൽ ചെറിയ കാറ്റാണ്, പക്ഷെ അത്യാവശ്യം കാറ്റ് തന്നെ മുടി ഡ്രസ്സൊക്കെ പറക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമോ അറിയില്ല. പിന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഈ ബാക്കിൽ ഈ ഒരു നോയ്സ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നല്ല രസമില്ലേ? നിറയെ മഞ്ഞപ്പൂക്കൾ. പണ്ട് കാശ്മീരിൽ പോയപ്പോൾ ഒരു കടുക് ഉണ്ടാവുന്ന തോട്ടമല്ലേ, കടുക് ഉണ്ടാവുന്ന തോട്ടം ആദ്യം പൂ വിരിഞ്ഞിങ്ങനെ നിൽക്കുക മഞ്ഞപ്പൂക്കളായിട്ട്. അതുപോലെയുണ്ട്. ഇതാണ് ഇവിടുത്തെ ബൊട്ടാനിക്കൽ ഗാർഡൻ കേട്ടോ. എനിക്ക് ഇവിടുത്തെ ബൊട്ടാനിക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും കാണുന്നില്ല. ഇതിങ്ങനെ കുറേ പച്ചപ്പും കുറേ റോഡും ഉണ്ട്. എനിക്കറിയത്തില്ല. നല്ല രസമില്ല ആ ട്രീ കാണാൻ. നടുക്ക് അതുപോലൊരു ഒത്തൊരു ട്രീയും അവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ഒരു ചെയർ പോലെയും. അമ്മയും ഒരു പട്ടി ഓടി വരുന്നുണ്ട്. ഒന്നും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. കണ്ടോ, ഇവിടെ ഇങ്ങനെ ആൾക്കാർ പട്ടികളൊക്കെ നടക്കാൻ കൊണ്ടുവരും. എനിക്ക് ജിതിൻ പോകാൻ കണ്ടിട്ട് ജിതിൻ അതുപോലെ തന്നെ നടക്കാൻ കൊണ്ടുവന്ന പോലെ ഉണ്ട്. ജിതിൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞാൻ പിന്നാലെ പോകുന്നുണ്ട്. എന്തായാലും ചേച്ചി ആ കൃഷി പിടിച്ചോണ്ട് ചേറ് ഇവിടെ ഫുൾ ഇങ്ങനെ ട്രീസും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഇനി 1 കിലോമീറ്റർ അപ്പുറം എന്തോ ആണ് ഗാർഡൻ. അപ്പം എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ നടക്കേണ്ടി വരും. ഇവിടെ ആൾക്കാർ നടക്കാനുള്ള ട്രാക്ക് പാൻറ്റും സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് മേക്കപ്പൊക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ട്. ആൾക്കാരെന്നെ ഒരു വിചിത്ര ജീവിനെ പോലെ നോക്കുന്നുണ്ട്. ഏതോ ഇവള് മേക്കപ്പൊക്കെ ഇട്ട് വന്ന് നടക്കാൻ വരണമെന്ന് ഓർത്തിട്ട്. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ മേക്കപ്പൊക്കെ ഒലിച്ചു പോകുന്നു തോന്നുന്നു. ഇത് വേറൊരു ട്രീ അതുപോലത്തെ. ഇതൊക്കെ കുറേ കാലങ്ങൾ ആയിട്ടിങ്ങനെ വളർന്നു നിൽക്കുന്ന മരമാണ് തോന്നുന്നു. അതിൻ്റെയൊക്കെ ഇതൊക്കെ കണ്ടോ, എന്തായാലും പറയാ. ഞാൻ അവിടെ നിറയെ ആൾക്കാർ പട്ടികളെയും കൊണ്ട് നടക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ കിതയ്ക്കാൻ തുടങ്ങി കേട്ടോ. കുറേ കാലമായി നടന്നിട്ടൊക്കെ. ഒന്ന് നടത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, ഒന്ന് എക്സസൈസൊക്കെ തുടങ്ങണം, റൊട്ടീൻസൊക്കെ സെറ്റ് ചെയ്യണം, കുറച്ച് ഉഷാറാവണം. കുറച്ച് കാലമായിട്ട് വെരി ബാഡ് നീരുമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇനി ബാഡായാൽ ശരിയാവില്ല, കാരണം ഞാൻ അമ്മാതിരി തടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കൺട്രോളിലോട്ട് വരണം. പണ്ട് ഈ കാറ്റടിച്ചാൽ പറന്നു പോകുന്ന ഞാനായിരുന്നു. ഇപ്പോൾ കാറ്റൊന്നും അടിച്ചാൽ ഏക്കുന്ന പോലും ഇല്ല, അത്രയും തടി വെച്ചിട്ടുണ്ട്.
എന്തായാലും ശരിയാക്കാം. എൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് കണ്ട ചെടികളുടെയും പൂക്കളുടെയും ഫോട്ടോ എടുത്ത് കൊള്ളാടാ കൊള്ളാം. ഓ ഞങ്ങൾ അവസാനം എന്തേ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഞങ്ങൾ വേറെ ഏതോ വഴിക്കാ തോന്നുന്നു പാർക്ക് ചെയ്തേ. ഇവിടെയൊക്കെ അത് റോസ് ഗാർഡനും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതൊക്കെ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക അല്ലേ. ഇതാണ് നമ്മുടെ ചെറി ബ്ലോസം ട്രീസ്. പക്ഷെ ഒന്നും ഫുള്ള് പൂത്തിട്ടില്ല. പക്ഷെ നമുക്കറിയാൻ കഴിഞ്ഞത് ഇവിടെ പൂത്ത് തുടങ്ങി എന്നൊക്കെ ആയിരുന്നു. പക്ഷെ കണ്ടോ, ചെറി ബ്ലോസം അഥവാ സാക്കൂറ. ഇത് നമ്മുടെ കൂടുതലായിട്ടും ജപ്പാൻ, കൊറിയ, ചൈന ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഫ്ലവേഴ്സും ഈ ചെറി ബ്ലോസം കൂടുതലുള്ളത്. ആക്ച്വലി ഇന്ത്യയിലുണ്ട്, നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യൻ പാർട്സിലൊക്കെ ഉണ്ട്. ഹിമാചൽ, അതുപോലെ സിക്കിം അങ്ങനത്തെ പാർട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ചെറി ബ്ലോസം ആയിട്ടില്ല, ആയി തുടങ്ങുന്നേ ഉള്ളൂ. അഥവാ മൊത്തത്തിൽ പൂത്തിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ഇലകളൊക്കെ, ഇത് ആക്ച്വലി ഒരു ഫോൾ സീസൺ ആകുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോവും. പിന്നെ ഒരു സ്പ്രിങ് ആകുമ്പോൾ വീണ്ടും പൊടിച്ചു വരും. അപ്പോൾ സ്പ്രിങ് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ തുടങ്ങി വരണുള്ളൂ. പൂക്കൾ അതുകൊണ്ട് കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള ചെറി ബ്ലോസം മിക്സ് ഓഫ് ഒരു വൈറ്റ് ആൻഡ് കറക്റ്റ് കാണുന്നില്ലല്ലോ ഒന്നും. ഒരു മിനിറ്റ് കാണിച്ചേരേ. ഇവിടെയുള്ള ചെറി ബ്ലോസത്ത് ഇതുപോലെ മിക്സ് ഓഫ് ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കളറാണ്. ചിലയിടത്ത് ഈ പിങ്ക് മാത്രമായിട്ടുള്ളതാവും, ചിലയിടത്ത് വൈറ്റ് മാത്രമായിട്ടുണ്ടാവും. ഇവിടുത്തെ ഉള്ളത് ഇതുപോലത്തെ ഒരു മിക്സാണ്. വീഡിയോ എടുത്ത് കാണിച്ചെടുത്ത് ഞാൻ ചെറി ബ്ലോസത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഇവിടെ ഇത്രയേ ഉള്ളൂ ഇവിടെ ചെറി ബ്ലോസം. ഇതെല്ലാം ചെറി ബ്ലോസം ട്രീസ് ആണ്. മേ ബി ഒരു മിഡ് ഓഫ് നവംബർ ഒക്കെ ആകുമ്പോഴേക്കും ഇത് ഓരോ സീസണാണ്, ഓരോ ടൈം അനുസരിച്ചിട്ടാണ് ഓരോ ചെറി ബ്ലോസം പൂക്കുന്നതും ഒക്കെ. കറക്റ്റായിട്ട് അറിയില്ല, ബട്ട് അങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ രസമില്ലേ. നമുക്ക് ബാക്കി ചെടികളൊക്കെ കാണാവുന്ന. ചെറി ബ്ലോസം കണ്ടില്ലേലും ഇത്രയും കാണിച്ചു തന്നില്ലേ ഞാൻ. ഇനി ഞാൻ വേറെ എല്ലായിടത്തും ചെറി ബ്ലോസം ഉണ്ടെങ്കിൽ ഇനി എപ്പോഴേലും പോകുമ്പോൾ കാണിച്ചു തരേ. അല്ലേ ഇവിടെ ബാക്കി എങ്ങനെ ഇരിക്കണം, ബാക്കി ചെടികളും പൂക്കളും മരങ്ങളും ഒക്കെ കാണിച്ചു തരാം.
ഇതാണ് നമ്മുടെ ചെറി ബ്ലോസം. അധികം ആയിട്ടില്ല, മേ ബി മിഡ് ഓഫ് നല്ല വെയിൽ, മിഡ് ഓഫ് നവംബറൊക്കെ ആവുമായിരിക്കും. അപ്പം ഞങ്ങൾ ഓർത്തു എന്തായാലും ബൊട്ടാനിക്കൽ ഗാർഡൻ വന്നതല്ലേ, കുറച്ചുകൂടെ ഫ്ലവേഴ്സും സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി, ബട്ട് സ്റ്റിൽ നമുക്ക് മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്രയും അങ്ങ് പൂക്കാത്തത് കൊണ്ട് നമുക്ക് അത്രയും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായില്ല. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ കണ്ടിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഓരോ തവണയും കാണുമ്പോഴും ഓരോ ഭംഗിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ പുതിയ ഫ്ലവേഴ്സ് വല്ലതും കിട്ടുമോ നോക്കാം, കാണുമോ നോക്കാം. ഇവിടെ എത്തിയപ്പോൾ ഒരു ആമസോൺ കാടിലെത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ഇല്ലേ, ഭയങ്കര ഒരു ഇരുട്ടും. ഇത് കണ്ടോ, ഓരോ ടൈപ്പ് മരങ്ങൾ. ഇതിൻ്റെ പേരെന്താ, ഇവിടെ എന്തോ ഇതിൻ്റെ പേരാണ്, ഓ മൈ ഗോഡ്, ഇത് വായിക്കാൻ പറ്റുന്നവർ വായിച്ചോളൂ, എനിക്ക് വായിക്കാറിയില്ല. ഇത് എന്തോ ഒരു ജാപ്പനീസ് മരമാണ്, അതവരുടെ പേര് പോലെ തന്നെ വായിക്കാൻ കിട്ടാത്തൊരു പേരാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ജാപ്പനീസ് അവിടെയുള്ള മരങ്ങളും പൂക്കളൊക്കെയാണ്, ജപ്പാനിലുള്ള കുറച്ച്. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കിതിൻ്റെ പേരറിയത്തില്ല. എന്ത് ഞൊട്ടിപ്പൊടിക്കുന്നൊരു സാധനം പോലത്തെ ഒരിത്. ബേസിക്കലി ഇവിടുത്തെ ബൊട്ടാനിക്കൽ ഗാർഡൻ ഇസ് ഓൾ അബൌട്ട് ഇവിടുത്തെ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഇങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ കൺട്രീനെയും അതുപോലെ ഓരോ സീസണെയും ഒക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പം നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ജാപ്പനീസ് സ്റ്റൈൽ ഓഫ് പ്ലാന്റ്സും ഇതൊക്കെയുള്ള ഒരു പാർട്ടി കൂടിയാണ്. അത് രസമുണ്ട് മൊത്തത്തിൽ കാണാൻ. പലതും നമുക്ക് അറിയില്ലെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. ഇവിടുത്തെ ഇലകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വാക്സ് തേച്ച പോലെ ഇങ്ങനെ തിളങ്ങിയിരിക്കും. കാണിച്ചേരെ, കണ്ടോ ഇങ്ങനെ എന്തോ തേച്ച് വെച്ച പോലെ ഇല്ലേ. എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിരിക്കുന്നൊരു സംഭവമാണ് ഇത്. കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ മൊന്ത പോലെ നിൽക്കണ പോലെയല്ലോ തോന്നുന്നു, പക്ഷെ ഇതൊക്കെ ഒരു ഭംഗിയിലവിടെ നിൽക്കുന്നത് കേട്ടോ. വാവ്, സോ ബ്യൂട്ടിഫുൾ. ഇത് ഇവിടുത്തെ ഒരു മാപ്പാണ്, ഈ ഒരു ഫുൾ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഒരു മാപ്പാണ്. അപ്പം നമ്മളെവിടെയാണ് നിൽക്കുന്നത്? നമ്മളിവിടെ എവിടെയോ ഉണ്ട്. ഇതിൻ്റെ എന്തൊക്കെയാണ് ഇവിടെ? ഇത് റോസസ്, പല ഗാർഡൻസ് ഉണ്ട്, പാംസ് ഉണ്ട് ഇവിടെ, അങ്ങനെ പല പല സാധനങ്ങളുണ്ട് ഇവിടെ. കണ്ടോ, ഇതിന് ഒട്ടും താല്പര്യമില്ലെന്ന് തന്നെ. ഇതിനങ്ങ് പോയി, എങ്ങോ പോവാണ് എന്തോ. തിളങ്ങുന്ന ഇലകൾ. ആഫ്രിക്കൻ പ്ലാന്റ്സ്, റോക്ക് ഗാർഡൻ, അങ്ങോട്ട് നേരെ. ഇതെന്തോ നല്ല പൂക്കൾ, നല്ല മണമുണ്ടത്, ഒരു പ്രത്യേകതരം നല്ല വാസന. അങ്ങോട്ടേക്ക് എന്തോ പോട്ടർ ചിൽഡ്രൻ ഗാർഡൻ ആണ്. പിന്നെ നേരെ പോയൊരു ആഫ്രിക്കൻ ഗാർഡൻ ഉണ്ട്. ഇതിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടില്ല, നോക്കട്ടെ.
ഇത് നാട്ടിൽ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഇതൊക്കെ നാട്ടിലില്ലേ? അറിയില്ല കേട്ടോ. എൻ്റെ വീടിൻ്റെ പറമ്പിലേക്ക് പോലും ഇറങ്ങാത്ത ഞാനാണ് ഈ കാട്ടിക്കൂടെ ഓടി നടക്കുന്നത്. കാരണം ഇവിടെ പാമ്പില്ല. പാമ്പുണ്ടെങ്കിൽ ഞാൻ ഈ വഴിക്കേ വരില്ലായിരുന്നു. ഇവിടെ ഒന്നും പാമ്പില്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് ഏത് കാട്ടിക്കൂടെ വേണേലും ഞാൻ ഇറങ്ങി നടക്കും. ഇവിടെ പാമ്പും ഇല്ല, പഴുതേരില്ല, ഒന്നുമില്ല ഇതുവരെ എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ കാട്ടിക്കൂടെയോ നാട്ടിൽ കൂടെയോ അവിടെ വേണമെങ്കിലും ഓടി നടക്കും. വള്ളിച്ചെടിക്ക് വരെ ഭംഗി പോലെയായിട്ട് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണോ? എനിക്കറിയില്ല ഈ സ്ഥലം. ഓ അത് നോക്കിച്ചു, ഇതെന്ത് ഭംഗിയാ! ഇത് പൂത്ത് നിൽക്കുന്നു. ഇതാണ് സ്പ്രിംഗ് ബ്ലോസം വാലി. ഓ സ്പ്രിംഗ് ടൈമിൽ പൂക്കുന്ന പൂക്കളുള്ള ഏരിയ തോന്നുന്നത്. അപ്പം നമുക്കൊന്ന് ഇവിടെ പോയി നോക്കാം. ഓ കണ്ടോ, സ്പ്രിംഗ് സ്റ്റാർട്ട്സ് ഹിയർ. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതെന്ത് മരാന്നൊരു ഐഡിയ ഇല്ല. പേര് എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഒന്ന്. ഇതാണ് ഇതിൻ്റെ പേര്, പ്രൂണസ് എന്നാ തോന്നുന്നു. എന്താ പക്ഷേ എന്താ ഭംഗി! ഓ വാവ്, കൊലയായിട്ടിങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്നു. നല്ല രസമില്ലേ കാണാൻ? എൻ്റെ വൈറ്റാണത്, ഇത് അതിൻ്റെ പിങ്ക്. ഇത് ഏകദേശം ഒരു ചെറി ബ്ലോസം പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് ആക്ച്വലി ചെറി ബ്ലോസത്തിനെക്കാട്ടിലും ഇത് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗി. ഇത് അതിൻ്റെ വൈറ്റ്. ആകാശവും അയ്യോ എനിക്ക് ഈ വീഡിയോനകത്ത് എനിക്ക് ആ ഭംഗി കാണിച്ചു തരാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഒരു ചെറിയൊരു ഇരുട്ടുണ്ട്. ഒരു സ്കൈൻ്റെ ഞാൻ നോക്കട്ടെ വേറെ ഏതെങ്കിലും സൈഡിൽ നിന്ന് എനിക്ക് ഇതിൻ്റെ ഭംഗി കാണിച്ചു തരാൻ പറ്റുമോ? ചെറുതായിട്ട് ഈ ഒരു ആംഗിളിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം ഭംഗി. ചെറിയൊരു കണ്ടോ? അമ്പോ എന്താ ഭംഗി! ആ നീല സ്കൈയും അല്ലേ, ഈ പിങ്ക് പൂക്കളും ചെറിയ പച്ച ഇലകളൊക്കെ ആയിട്ട് നല്ല രസം. കണ്ടോ ഹായ്. ഈ സ്പ്രിംഗ് ബ്ലോസം വാലിയിൽ കൂടെ നടക്കുമ്പോൾ കുറച്ച് അടിപൊളി നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടു. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ സ്പ്രിങ്ങിലുണ്ടാവുന്ന പൂക്കളും ഗാർഡനൊക്കെ കണ്ടു. ഇനി കഴിഞ്ഞു, മതി. കുറേ ഉണ്ട് ഇവിടെ കാണിക്കാൻ. പക്ഷേ നമ്മൾ നോക്കി വന്ന മെയിൻ സാധനം ചെറി ബ്ലോസം അങ്ങനെ മൊത്തത്തിൽ കാണാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് അടുത്ത തവണ എവിടെയെങ്കിലും ചെറി ബ്ലോസം കാണുന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഒത്തിരിയുടെ നല്ല കുറച്ച് ചെറി ബ്ലോസം കാണുകയാണെങ്കിൽ. എന്തായാലും ഞങ്ങളിത് തിരിച്ചു പോകാൻ ഓർത്തു. പോയിട്ട് നല്ല അടിപൊളി പുളിയിട്ട മീൻകറിയും ചോറും അടിപൊളി കഴിക്കണം. സോ പോയിട്ട് വേണം അത് ഉണ്ടാക്കാൻ. അത്യാവശ്യം തണുപ്പായി തുടങ്ങി, നല്ല തണുപ്പും ഉണ്ട് ഇന്ന്, കാറ്റും തണുപ്പും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓർത്തു അധികം നിൽക്കണ്ട, ഇനി വല്ല വയ്യായ വന്നാലോ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ബൈ പറയാമെന്ന് ഓർത്തു. അപ്പോൾ ബൈ. പറ്റുകയാണെങ്കിൽ മീൻകറിയും ചോറും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ബൈ. മീൻകറി കഴിക്കണ്ടേ ഡൂഡു പോയിട്ട്? അപ്പൊ നമ്മളിന്ന് രാത്രിത്തേക്ക് ചീര ഉപ്പേരിയും നല്ല അയില പുള്ളിയിട്ട് വെച്ചതും അല്ല മുളകിട്ട് വെച്ച അയില, പിന്നെ ചോറും, ഇത്രേ ഉള്ളൂ. ചോറ് കഴിക്കാൻ പോട്ടെ.